ഇപ്പോൾ ഇമ്പോസ്റ്റർ സിൻഡ്രോം സോഷ്യൽ ആങ്സൈറ്റീനെയും കുറിച്ചിട്ട് പറയാം. പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇത് രണ്ടും ഒന്നാണോ എന്നുള്ളത്. അങ്ങനെയല്ല. സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു സദസ്സിൽ ഒരു ഒത്തുകൂടലിൽ ഇരുന്നിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾക്ക് തോന്നുകയാണ് ഇവർക്ക് എന്നെ പറ്റിയിട്ട് എനിക്ക് മര്യാദക്ക് ബിഹേവ് ചെയ്യാൻ അറിയില്ല എന്ന് തോന്നുന്നുണ്ടോ, ആ ഒരു തോട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രസൻറ്റേഷൻ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ആ സമയത്ത് അയ്യോ ഇത് ഫ്ലോപ്പ് ആകുന്നതിന് മുന്നേ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഇവരൊക്കെ എന്നെ കളിയാക്കില്ലേ, ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഈ സോഷ്യൽ ആങ്സൈറ്റിയും ഇമ്പോസ്റ്റർ സിൻഡ്രോം ഒരുമിച്ച് വരാം, പക്ഷേ ഒരേ കാര്യമല്ല. ഇപ്പോൾ സോഷ്യൽ ആങ്സൈറ്റി ഇല്ലാത്ത ആളുകൾക്കും ഇമ്പോസ്റ്റർ സിൻഡ്രോം ഉണ്ടാവും. കാരണം ഇവർ ഞാൻ ഈ ഇമ്പോസ്റ്റർ സിൻഡ്രോം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കൊള്ളാവോ ഞാൻ കൊള്ളില്ലേ എന്നുള്ള ചിന്തകളിൽ നിന്നാണ് വരുന്നത്. ഇത് ചെയ്യാനുള്ളത് ഒരൊറ്റ കാര്യമല്ല. എപ്പോഴും പറയുന്ന പോലെ തന്നെ ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങളെ വിശ്വസിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ മൂല്യം നിങ്ങൾ കണ്ടെത്തുക, നിങ്ങളിൽ വിശ്വസിക്കുക. നിങ്ങളുടെ കഴിവുകളിൽ ആദ്യം വിശ്വാസം വേണ്ടത് നിങ്ങൾക്കാണ്. എങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല, ഇമ്പോസ്റ്റർ സിൻഡ്രോം ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് വളരെ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. അല്ലാത്ത സമയത്ത് ഹെൽപ്പ് എടുക്കുക, അത്രയേ ഉള്ളൂ.